ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് 2026 ജനുവരി 2. വാർത്ത മോർണിംഗ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. ആരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ മാർച്ചിൽ തുറക്കും. സംസ്ഥാനത്തെ ആദ്യ സൈക്കിൾ ട്രാക്കും സജ്ജം. ആരൂർ മുതൽ തുറവൂർ വരെയുള്ള പുതിയ എലിവേറ്റഡ് ദേശീയപാത 2026 മാർച്ചോടെ ഗതാഗതത്തിന് തുറന്നു നൽകും. ദേശീയപാതയ്ക്ക് താഴെയായി കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സൈക്കിൾ ട്രാക്ക് ഒരുക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ സവിശേഷത. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനോടൊപ്പം പരിസ്ഥിതി സൗഹൃദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കാർഷിക ഫണ്ട് കൈമാറ്റം. ഹൈക്കോടതി വിധിയിൽ പുനഃപരിശോധനാ ഹർജിയുമായി സർക്കാർ. ഭൂമി ക്രമീകരണ ചാർജായി ലഭിച്ച 1600 കോടിയിലധികം രൂപ കാർഷിക വികസന ഫണ്ടിലേക്ക് മാറ്റണമെന്ന ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. നിലവിലുള്ള കാർഷിക പദ്ധതികൾക്കായി ഇതിനകം തന്നെ തുക ചെലവഴിക്കുന്നുണ്ടെന്നും കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് ഇരട്ടി ചെലവിന് കാരണമാകുമെന്നും സർക്കാർ ഹർജിയിൽ വാദിക്കുന്നു. തിരുവനന്തപുരത്ത് ശുദ്ധജല ലഭ്യത കൂട്ടാൻ അരുവിക്കര ഡാം മണ്ണുനീക്കൽ ആരംഭിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി അരുവിക്കര ഡാമിലെ മണ്ണ് നീക്കം ചെയ്യുന്ന ജോലികൾ ആരംഭിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഡാമിന്റെ സംഭരണശേഷി ഗണ്യമായി വർദ്ധിക്കുമെന്നും വേനൽക്കാലത്തെ ജലക്ഷാമത്തിന് വലിയ പരിഹാരമാകുമെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിന്റെ മതേതരത്വത്തിന് ഭീഷണി, ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി. സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കേരളത്തിന്റെ ദീർഘകാലമായുള്ള മതേതര മൂല്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തിന്റെ സമാധാനാന്തരീക്ഷവും ജനാധിപത്യ പാരമ്പര്യവും സംരക്ഷിക്കാൻ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസന കാര്യങ്ങളിൽ പൊതുജന അഭിപ്രായം തേടി മുഖ്യമന്ത്രിയുടെ പുതിയ പദ്ധതി. വികസനം, തൊഴിൽ, ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് അറിയുന്നതിനായി മുഖ്യമന്ത്രി പുതിയ സിറ്റിസൺ ഫീഡ്ബാക്ക് പരിപാടിക്ക് തുടക്കമിട്ടു. ഭരണ പരിഷ്കാരങ്ങളിലും നയരൂപീകരണത്തിലും ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ശബരിമല സ്വർണ മോഷണ കേസ്. ദുഷ്പ്രചാരണങ്ങൾക്കെതിരെ NSS. ശബരിമല സ്വർണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദുഷ്പ്രചാരണങ്ങൾക്കെതിരെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ രംഗത്തെത്തി. സെൻസിറ്റീവായ മതപരമായ വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടില്ല. ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി. ശബരിമല കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ SITയുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്ന പ്രതിപക്ഷ ആരോപണം മുഖ്യമന്ത്രി തള്ളി. അന്വേഷണം നിയമപരമായ മേൽനോട്ടത്തിലാണ് നടക്കുന്നതെന്നും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം അർപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാർത്ത തുടരും. സൈനിങ് ഓഫ്.